താരസംഘടനയിലെ തമ്മിലടിയിൽ രാജിവെക്കാനൊരുങ്ങി അമ്മയിൽ അഡ്ഹോക് കമ്മിറ്റി. മുൻ കമ്മിറ്റിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ താക്കോലുകൾ, രേഖകൾ എന്നിവ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെ വിളിച്ചു വരുത്തി തിരികെ ഏൽപ്പിച്ചു. മുതിർന്ന അംഗങ്ങൾ പ്രതികരണം നടത്താത്തതിലും രമേഷ് പിഷാരടിയുടെ ഓഡിയോ ശ്വേതാ മേനോൻ പുറത്തുവിട്ടതിലും അഡ്ഹോക് കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. അതേസമയം താൻ നൽകിയ പരാതിയിൽ പലരവട്ടം പോലീസ് കേസെടുക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി അൻസിബ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, നമുക്കറിയാം, ഒരു സംഘടന എന്ന് പറയുന്നത് അതിലെ അംഗങ്ങളുടെ കൂട്ടായ്മയ്ക്കും അതോടൊപ്പം അവരുടെ ക്ഷേമത്തിനുമൊക്കെ വേണ്ടിയാണ്. പക്ഷേ ഇതിപ്പോൾ അമ്മ എന്ന സംഘടന പൂർണ്ണമായും തല്ലിപ്പിരിഞ്ഞൊരവസ്ഥ, അതിലെ അംഗങ്ങൾക്കൊരു സുരക്ഷിതത്വമില്ലാതെ പിന്നീട് കേസ്, പരാതി, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഒരു വശത്ത്. എന്തിന് ഈ സംഘടന എന്ന് ജി സുധാകരനെ പോലുള്ള ജനപ്രതിനിധികൾ പരസ്യമായി ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് അഡ്ഹോക് കമ്മിറ്റി രംഗത്ത് വരുന്നത്, അല്ലെ അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം നൽകുന്നത്. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയും രാജിവെക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെയെങ്കിൽ ഈ അമ്മയിലെ പ്രശ്നം ഇപ്പോഴൊന്നും തീരില്ല എന്ന് തന്നെ കരുതാമല്ലേ? ഏറ്റവും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ ജനറൽ ബോഡി യോഗത്തിന് മുൻപേ തുടങ്ങിയ ഒരു പൊട്ടിത്തെറിയും പരസ്യമായ വിഴുപ്പലക്കലൊന്നും ഇതുവരെയും അവസാനിച്ചിട്ടില്ല. അത് കൂടി വരുന്നതിൽ ഓരോ ദിവസവും വരുന്നത് പുതിയ താരത്തെ സമ്മാനിച്ചുകൊണ്ടാണ്. ആരാണ് ഇനി എന്നുള്ളതാണ്, അടുത്ത ഊഴം ആരുടേത് എന്ന രീതിയിലാണ് പലപ്പോഴും തോന്നുന്നത്. അത് ഈ അഡ്ഹോക് കമ്മിറ്റി എല്ലാം തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് ഈ താരസംഘടനയുടെ അപ്പോഴുണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി മറികടക്കാൻ അവരെ കൊണ്ട് കഴിയും, മുന്നോട്ട് പോകാൻ കഴിയുമെന്നെല്ലാം പൊതുവിൽ പ്രതീക്ഷിച്ചിരുന്നതാണ്. രമേഷ് പിഷാരടി MLA അതിൻ്റെ ഒരു ചുമതലയിലേക്ക് വരികയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ ആരും ഇതിനൊരു അംഗീകാരമില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെ പോകുന്ന രീതിയിൽ അഡ്ഹോക് കമ്മിറ്റിയൊക്കെ ഉണ്ടായി. പക്ഷേ ആരും ഒരു വില കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് അവർക്ക് തന്നെ തോന്നി തുടങ്ങുന്നു എന്നതാണ് അവരുടെയൊക്കെ ഒരു പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ഇത് കോടതി തന്നെ ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു സാധുത ചോദ്യം ചെയ്യുകയും, എന്നാൽ ജനറൽ ബോഡി യോഗത്തിലെ അങ്ങനെയുള്ള ആരും തന്നെ ഇതൊരു പിന്താങ്ങില്ലായതെല്ലാം തന്നെ കാര്യങ്ങൾ വന്നപ്പോൾ അവർക്ക് തന്നെ തോന്നി തുടങ്ങി ഇതെന്തിന് എന്നുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്നുള്ള വലിയ പ്രഖ്യാപനങ്ങൾ അന്നുണ്ടായെങ്കിലും പിന്നീട് അവരത് എഴുതി നൽകാനോ അത് ഔദ്യോഗികമായിട്ട് എഴുതി നൽകി പ്രഖ്യാപിച്ച് കടന്നു പോകാൻ കഴിയില്ലല്ലോ. ഒരു സംഘടനയുടെ സംവിധാനങ്ങളുള്ളതാണല്ലോ. അപ്പോൾ പിന്നീട് അവർ എഴുതി നൽകുകയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പകരം അവർ പറഞ്ഞത് താൻ രാജിവെക്കുന്നില്ല എന്നതാണ്. അത് ആ സമയത്ത് പറഞ്ഞതാണ്. പിന്നീട് ഇല്ല എന്ന രീതിയിലേക്ക് അവർ തന്നെ അത് മാറുകയും ചെയ്തു. അങ്ങനെ ആശയക്കുഴപ്പങ്ങളുടെ ഒരു വലിയ അരങ്ങായിട്ട് അമ്മ എന്നൊരു സംഘടന മാറിയിരിക്കുന്നു. ഒപ്പം ഈ അഡ്ഹോക് കമ്മിറ്റി പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.